മൗലവിമാരോട് നിങ്ങൾ ഇനിയും ഇതൊന്നും നിർത്തിയില്ലേ, ഈ പരിപാടിയൊന്നും ഇനിയും നിർത്തിയില്ലേ? എന്റെ ചെറുപ്പത്തിലൊക്കെ മൗലവിമാര് പ്രസംഗിക്കാറ് ദൂരെ കേൾക്കണമെങ്കിൽ അള്ളായിരിക്കണം പഴയ കാലത്ത്. ഇപ്പൊ അത് പറയില്ല. കാരണം ഇപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ട് മൊബൈൽ ഫോൺ. അമേരിക്കയിൽ വിളിക്കാണ്, നമ്മളെ അഹമ്മദാജി വിളിക്കാണ്, അള്ളയായോ ഇല്ല, ഒരു മൊബൈൽ ഫോൺ കൈപ്പിടിച്ചതാ. അള്ളയായിട്ടൊന്നുമില്ല. മൗലവിമാര് പണ്ട് പറഞ്ഞ ദൂരെ കേൾക്കണമെങ്കിൽ അള്ളയാണോ കേട്ടാ തോന്നും അള്ള വയനാട്ടിൽ നമ്മുടെ നാട്ടിലുമാണ്. അത് തന്നെ അബദ്ധമാണ് മൗലവിമാരെ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? വല്ലാത്തിന്നും എന്നെ വീണിപ്പോർക്കും വൈകുണ്ടാവുത്തീരം നൽകും ഞാനെന്നോ പറയും. ഓ, എവിടെന്ന് വിളിച്ചാലും ഒരേ സമയത്ത് ഉത്തരം ചെയ്യണമെങ്കിൽ അള്ളയാണോ? എന്നാൽ ഞാൻ പരുത്ത് ദുബായിന്ന് വന്നിട്ടുള്ളൂ, ഒരാഴ്ചയുള്ളൂ. ദുബായിൽ ഞാൻ എന്റെ മൊബൈൽ ഫോൺ എടുത്ത് എന്റെ ഫോണിൽ എത്ര പൈസ ഉണ്ട് കാർഡിൽ ബാക്കി അറിയാൻ വേണ്ടി 121 അടിച്ചു 129. അപ്പോ എന്റെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നു നിങ്ങൾക്ക് 33 ദിർഹം ബാക്കിയുണ്ട്. അതേ സമയത്ത് ദുബായിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ 121 അടിക്കുന്നുണ്ട്, 1, 2, 1 അടിക്കുന്നുണ്ട്. ഷാർജയിൽ അടിക്കുന്നുണ്ട്, ദുബായിൽ അടിക്കുന്നുണ്ട്, അബുദാബിയിൽ അടിക്കുന്നുണ്ട്, മോർഫോറിൽ അടിക്കുന്നുണ്ട്, സറാസത്തയിൽ അടിക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും അടിക്കുന്നുണ്ട്. മുജാഹിദ് അടിക്കുന്നുണ്ട്, സുന്നി അടിക്കുന്നുണ്ട്, ക്രിസ്ത്യാനി അടിക്കുന്നുണ്ട്, മാപ്പിളി അടിക്കുന്നുണ്ട്, മുസ്ലിം അടിക്കുന്നുണ്ട്. എല്ലാവരും 121 അടിക്കുന്ന എല്ലാവർക്കും മറുപടി എത്ര പൈസ ബാക്കിയുള്ളത്? ഒരേ സമയത്ത് മറുപടി. അവിടെ കമ്പ്യൂട്ടറാണ്. അപ്പോ ഒരേ സമയത്ത് മറുപടി കൊടുക്കണമെങ്കിൽ അള്ളയാകണം. നിങ്ങൾ ഇവിടെ പറഞ്ഞു നടന്നതല്ലേ ഈ ശാസ്ത്രീയ യുഗത്തിൽ വലിച്ചെറിയണ്ടേ നിങ്ങൾ ആശയം? അള്ളയാകണോ കമ്പ്യൂട്ടറായാലും? ഓ, കമ്പ്യൂട്ടറിന്റെ അള്ള ഭയങ്കര കഴിവ് കൊടുത്തതാണ്. എന്താ കാരണം? കമ്പ്യൂട്ടറിന്റെ നിസ്കരിച്ചിരുന്നോ? ഇല്ല. കമ്പ്യൂട്ടർ നിസ്കരിച്ചിരുന്നോ? ഇല്ല. അതേസമയത്ത് നലവേറും നൽകോളം സർവ്വപൊളിമാരി മുഹീദ്ദീന്മാരെ ചൊല്ലിയിട്ടൊന്ന് മന്ത്രിക്കണം, എന്നാലേ നന്നാവുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദ്ദീന്മാരെയും പറഞ്ഞത് കണ്ടില്ലേ? ഈ നിസ്കരിച്ച നിസ്കരിക്കുമ്പോഴും ബാക്കിയുണ്ട്. ആ രൂപത്തിൽ ഒന്നോടുകൂടെ ജീവിച്ചു. ഒരു കാമലിൽ രാത്രിയിൽ നിന്ന് ഖുർആനിങ്ങനെ ഓതിയപ്പോ ഓർത്തു നോക്കി. അപ്പൊ നിന്നിട്ട് പിന്നെയും ഓർത്തു നോക്കി. അപ്പോൾ പിന്നെ ഒരു കാലം ഒക്കെ നിന്നു ഓർക്ക് വരാതിരിക്കാൻ